വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 19-ാം ദിവസം. നിതാന്ത ജാഗ്രതയുള്ള യൗസേപ്പ്. ദൈവവചനം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ധ്യാനം. ആദിപാപം മനുഷ്യനെ ഏൽപ്പിച്ച വലിയ ഒരു ആഘാതമാണ് മനുഷ്യനിലെ പാപത്തിലുള്ള മയക്കം. ഈ പാപമയക്കത്തിൽ നിന്നും മാനവരാശിയെ എഴുന്നേൽപ്പിക്കാനാണ് ദൈവസുതൻ്റെ ആഗമനം. ഈശോ നമുക്കായി നേടിത്തന്ന വലിയൊരു കൃപയാണ് ദൈവസാന്നിധ്യ സ്മരണയിൽ ജീവിക്കുവാനുള്ള കൃപ. തിന്മയുടെ മയക്കത്തിൽ നിന്നും നന്മയുടെ ഉണർവിലേക്ക് ഈശോ നമ്മെ വിളിച്ചു. ദൈവത്തിൽ ജീവിക്കുമ്പോൾ ജാഗ്രതയോടെ കഴിയാൻ നമുക്കാകും. വിവേകവും ജ്ഞാനവുമുള്ള യാക്കോബിൻ്റെ മകൻ യൗസേപ്പിനെ ഫറവോ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചത് അതുകൊണ്ടാണ്. ഏറെ ജാഗ്രതയുള്ള കണ്ണുകൾ ദൈവം അവന് നൽകി. ദേശത്ത് വരാനിരിക്കുന്ന ക്ഷാമവും കെടുതികളും അവൻ മുൻകൂട്ടി കണ്ടു. ക്ഷാമകാലത്തെ അതിജീവിക്കാൻ വലിയൊരു ഭക്ഷണശേഖരം തന്നെ അവൻ ഒരുക്കി. എന്നാൽ പുതിയ നിയമത്തിലെ യൗസേപ്പ് ആകട്ടെ മാനവരാശിയുടെ മുഴുവൻ വിശപ്പകറ്റാനുള്ള നിത്യജീവൻ്റെ അപ്പത്തെ കാത്തു പരിപാലിക്കുകയായിരുന്നു. ദൈവനിർദ്ദേശങ്ങളെ യഥാവിധി പിൻചെന്ന് കുഞ്ഞിനെയും മറിയത്തെയും സംരക്ഷിച്ചു. നിതാന്ത ജാഗ്രതയുള്ള യൗസേപ്പിൻ്റെ കരങ്ങളിൽ രക്ഷകനും മറിയവും സുരക്ഷിതമായിരിക്കുമെന്ന് ദൈവം കണ്ടു. ഈ അർത്ഥത്തിൽ വിശുദ്ധ യൗസേപ്പിന് സഭയുടെ സംരക്ഷകനാകാതിരിക്കാൻ കഴിയില്ല. കാരണം ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണല്ലോ സഭ. ദുഷ്ടനെതിരെ ജാഗ്രത സൂക്ഷിക്കുന്ന കരങ്ങളിലല്ലേ വിശുദ്ധമായവ ഭരമേൽപ്പിക്കപ്പെടുകയുള്ളൂ. മുത്തുകൾ പന്നിക്ക് കൊടുക്കരുത് എന്ന ഉപദേശം ഓർക്കുക. ആത്മീയ യാത്രയിൽ ഓരോ വിശ്വാസിയും എത്രയോ ജാഗ്രത സൂക്ഷിക്കേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നന്മ പ്രവർത്തിക്കാനും നമുക്ക് ജാഗ്രത വേണം. ദൈവം കായനോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുക. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്നോർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ജാഗ്രതയും വിവേകവുമില്ലാത്ത ചെയ്തികളാൽ എത്രയെത്ര സുഹൃതങ്ങളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ദൈവസുതൻ വഴി തെളിച്ചപ്പോൾ യൗസേപ്പിന് കൃത്യമായി അവയെ പിന്തുടരാൻ കഴിഞ്ഞു. ഹെറോദോസിൻ്റെ വാളിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കുവാനുമായി. ഉറക്കത്തിലും ഉണർവിലും ഇരുട്ടിലും വെളിച്ചത്തിലും ഒരുപോലെ ജാഗ്രത സൂക്ഷിച്ചതിനാൽ യൗസേപ്പിൻ്റെ ജീവിതം അനന്യമായി. തിരുക്കുടുംബം ഈജിപ്തിൽ ജീവിച്ച കാലത്ത് അനുഭവിച്ചിട്ടുള്ള വേദനകളും വെല്ലുവിളികളും പറയേണ്ടതില്ലല്ലോ. ഹെറോദോസിൽ നിന്നും രക്ഷപ്പെടാൻ ഈജിപ്തിലെത്തി. എന്നാൽ ഈജിപ്തിലെ പരീക്ഷണങ്ങൾ അതിനേക്കാൾ ക്രൂരമായിരുന്നിരിക്കും. യൗസേപ്പിൻ്റെ തകർക്കാനാകാത്ത ദീർഘക്ഷമയും സഹനശക്തിയും കാര്യങ്ങളെ യഥാവിധം നേരിടാനുള്ള കഴിവും പിശാചിൻ്റെ ചെയ്തികളെ പരാജയപ്പെടുത്തി. വന്ധ്യനായ യൗസേപ്പേ, ഞങ്ങൾക്കും ദൈവദൂതർ ഉണ്ടെന്നറിയാം. എന്നാൽ അവരെ ശ്രവിക്കാനോ അനുസരിക്കാനോ ഞങ്ങൾക്കാകുന്നില്ല. ദൈവശബ്ദം കേൾക്കാനാകാത്ത വിധം ഞങ്ങളുടെ കാതുകൾ വല്ലാതെ മന്ദീഭവിച്ചു. ഹൃദയത്തിൽ പരിശുദ്ധി സൂക്ഷിക്കാൻ മറക്കുമ്പോൾ ജീവൻ്റെ ഉറവകൾ വറ്റിപ്പോകുന്നു, പാപത്തിൽ മയങ്ങിപ്പോകുന്നു. ഞങ്ങളെ ജാഗരൂകരായിരിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും ജാഗ്രത ആവശ്യമുണ്ടല്ലോ. ദൈവസാന്നിധ്യത്തിൻ്റെ സ്മരണയിൽ ജീവിക്കുന്ന ഒരാത്മാവിനെ ദൈവം തന്നെ നയിക്കും. പാപത്തിൻ കുഴിയിൽ നിപതിക്കാതെയും നിപതിക്കുന്ന ആത്മാക്കളെ അതിൽ നിന്ന് കരയേറ്റാനും ദൈവദൂതരുടെ സഹായം നൽകുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം. പ്രാർത്ഥന. നിതാന്ത ജാഗ്രത സൂക്ഷിച്ച വന്ധ്യനായ യൗസേപ്പേ, കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ.